നമസ്കാരം. പഞ്ച് മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് പ്രമുഖ അമച്വർ നാടക നടനും സിനിമ അഭിനേതാവുമായ ശ്രീ കണ്ണൻ നായരാണ്. കണ്ണൻ നായർ, പഞ്ച് മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തുകൊണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, നല്ല വിശേഷം. നാടകം, സിനിമ ഒക്കെ ആയിട്ട് ഇങ്ങനെ. പുതിയ സിനിമ ഏതാണ്? പുതിയ സിനിമ ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന ഒരു സിനിമയുണ്ട്. അത് ടിനു പാപ്പച്ചൻ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. എന്താണ് സിനിമയുടെ പേരെന്താണ്? പേരിട്ടിട്ടില്ല അവർ. ഒരു ജഗജാന്ത സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലൊക്കെ ചെയ്ത ടിനു പാപ്പച്ചൻ്റെ പുതിയ പടം. അപ്പോൾ അതവർ വഴി അനൗൺസ് ചെയ്യും. അതെനിക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പറയാൻ നിർവാഹമില്ല. അപ്പോൾ ഈ മുറ എന്ന് പറഞ്ഞ സിനിമയിൽ താങ്കളൊരു നിർണായകമായ റോളാണല്ലോ അഭിനയിച്ചത്, അതേക്കുറിച്ചൊന്ന് പറയാമോ? മുറ സിനിമയുടെ സംവിധായകൻ മുസ്തഫ നാടകക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു നാടകം കണ്ടിട്ടാണ് മുറ സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഹസീം അവരോട് സംവിധാനം ചെയ്ത ഭഗവാന്റെ മരണം എന്ന് പറയുന്ന നാടകം ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ കരകുളത്ത് അവതരിപ്പിച്ചപ്പോൾ അത് കാണാനായിട്ട് ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവർ കാണാൻ വരികയും അവർ ആക്ച്വലി ആ മുറ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്തൊരു 4 ചെറുപ്പക്കാരുണ്ട്, പുതിയ പയ്യന്മാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവർ ഈ നാടകം കാണാൻ വരികയും എനിക്കാണ് ആക്ച്വലി ലോട്ടറി അടിച്ചത്. എന്നെ ഈ കഥാപാത്രത്തിലേക്ക് അവർ കാസ്റ്റ് ചെയ്യും. അതിൽ സുരാജ് വെഞ്ഞാറമ്മൂടിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നല്ലോ, അത് പ്രേക്ഷകർ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. തീർച്ചയായും. ശരിക്കും കണ്ണൻ നായർ എങ്ങനെയാണ് ഈ അമച്വർ നാടകവേദിയിൽ എത്തിപ്പെടുന്നത്? അമച്വർ നാടകവേദിയിൽ സാധാരണ എല്ലാവരും ഈ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ തിരിച്ച് സംഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം സീരിയസ് ആയിട്ടുള്ള നാടക പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമയാണത്? ഞാൻ 2007 മുതൽ സിനിമകളിലുണ്ട്. 2007 ഞാൻ അഴകപ്പൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. സാറിനെ ഞാൻ 5 പടത്തോളം സാറിന് അസിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് ചോക്ലേറ്റ് എന്ന് പറയുന്ന പടമായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. പൃഥ്വിരാജൊക്കെ. അതിനകത്ത് ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് ക്യാമറമാനും ആയിരുന്നു, അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം 2007 അതിനുശേഷം ഒരു 5-6 സിനിമകളിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി പഠിക്കേണ്ടതാണെന്നുള്ളൊരു എന്തോ ഒരു തിരിച്ചറിവുണ്ടായിട്ട് നാടകത്തിൽ അന്ന് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ അതിനുശേഷം നാടകത്തിൽ MPhil ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വയലാ സാറിൻ്റെയും രാജാവാര്യർ സാറിൻ്റെയും കീഴിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വരികയും അന്ന് മുതൽ 2010 മുതലാണ് കൃത്യമായിട്ടുള്ള അമച്വർ നാടകങ്ങളിൽ പങ്കെടുത്ത് തുടങ്ങിയതും സീരിയസ് ആയിട്ട് ഇതിനെ സമീപിച്ചു തുടങ്ങിയത്. 2010 തുടങ്ങുമ്പോൾ ആക്ച്വലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കൽ രാജാ സാറാണ് കലാവേദി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ, അതെ, അത്രയും പാരമ്പര്യമുള്ളൊരു നാടക സംഘമാണ്. അപ്പം PC സോമൻ സാറും രാജൻ സാറും ഒക്കെ ഉള്ള അവരുടെ മുക്തധാര എന്ന് പറയുന്ന നാടകത്തിൽ, അതെ ടാഗോറിൻ്റെ മുക്തധാരയിൽ കോറസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ MPhil ബാച്ചിൽ നിന്ന് ഒരു 5 പേരെ അങ്ങോട്ടേക്ക് കൊണ്ട് കൊടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് പറയാം. തിരുവനന്തപുരത്തുള്ളൊരു 20ഓളം നാടക സംഘങ്ങളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അമച്വർ നാടക സംഘങ്ങളുണ്ട്. മിക്കവാറും എല്ലാത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിലപ്പം അഭിനയിക്കാനായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അണിയറയിൽ ഉണ്ടാവാം. ലൈറ്റായാലും സൗണ്ടായാലും മേക്കപ്പായാലും അങ്ങനെ എന്തും ചെയ്യുന്ന, കട്ടൻ കെട്ടുന്ന ഉൾപ്പെടെ ചെയ്യുന്ന തരത്തിൽ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് നാടക മേഖലയിലുണ്ട്. സാധാരണ നാടക പ്രവർത്തകർ BT അല്ലെങ്കിൽ തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ ബിരുദ പഠനത്തിന് പോവുകയോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ഡ്രാമ സ്കൂളിലോ MA നാടകം പഠിക്കാൻ പോവുകയാണ് ചെയ്തത്. പക്ഷേ താങ്കൾ അതിന് വിരുദ്ധമായിട്ട് BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനും MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമാണ് പഠിച്ചത്. അതെന്തുകൊണ്ടാണ്? സിനിമയുടെ സ്വാധീനമാണോ? സത്യം പറയല്ലോ, എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്കൂൾ ഓഫ് ഡ്രാമ ഉള്ളതും നാടകം ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നൊന്നും. +2 കഴിഞ്ഞ സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈവൻ എനിക്കറിയാമായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു കോഴ്സിന് വീട്ടിൽ നിന്ന് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. വിടാൻ സാധ്യത വളരെ കുറവാണ്, തുലവും തുച്ഛമാണ്. ഇത് പിന്നെ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്തോ അന്ന് പുതിയൊരു കോഴ്സാണ്. അത് പിന്നീട് ഒരുപാട് സാധ്യതകളുണ്ടാവും. അതിന് ചാനലൊക്കെ ഇനി അതിൻ്റെ കാലമാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനെയൊക്കെ പറ്റിച്ചിട്ടാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ജോയിൻ ചെയ്തത്. പക്ഷെ അപ്പോഴും എൻ്റെ ലക്ഷ്യം സിനിമ അല്ലെങ്കിൽ അഭിനയം തന്നെയായിരുന്നു. കൊച്ചുനാളിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പെർഫോം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പം ഈ പറയുന്ന ഈ ആങ്കറിങ് ആയാലും RJing ആയാലും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരികയും അങ്ങനെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോകുന്നത്. ഈ സ്കൂളിൽ വെച്ചിട്ട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? സ്കൂളിൽ നാടകങ്ങളിൽ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാനിവിടെ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിന്റെ പ്രോഡക്റ്റ്, മോഡൽ സ്കൂളിന്റെ പാരമ്പര്യം. മോഹൻലാൽ ഉൾപ്പെടെ ഒരുപാട്, മണിയമ്പിള്ള രാജു, ജഗദീഷ്, ക്രിസ് ഗോപാലകൃഷ്ണൻ തുടങ്ങി ഒരുപാട് പ്രശസ്തരായ ആൾക്കാരുടെ പഠിച്ച സ്കൂളാണ്. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് കണ്ണൻ നായർ. അതെ, അന്ന് മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാതൃക എന്ന് പറഞ്ഞ അധ്യാപകരുടെ ഒരു സംഘടനയുണ്ട്. അത് പണ്ട് കാലത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഘടനയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കാലം കുറച്ചങ്ങ് ക്ഷയിച്ചു. അപ്പോഴാ സംഘടന നാടകം ചെയ്യുന്നതിൽ ഏക സ്റ്റുഡൻറ് മെമ്പർ ഞാനായിരിക്കും. ഈ അധ്യാപകർ ചെയ്യുന്ന നാടകത്തിൽ ഒരു കുട്ടി കഥാപാത്രം ഉണ്ടാവുമല്ലോ,
അത് ഞാനായിരിക്കും ചെയ്യുക. അങ്ങനെ നാടകങ്ങൾ അന്ന് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു അമച്വർ നാടകമായിട്ടൊന്നും അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. എംഫിലിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ സാധ്യതയുള്ളൊരു ലോകമാണിതും തിരിച്ചറിയപ്പെടുന്നതിന് ശേഷം. മണിയമ്പിള്ള രാജുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു, പുള്ളിയാണ് ആദ്യമായിട്ട് മോഹൻലാലിനെ മേക്കപ്പ് തേച്ച് നാടകത്തിൽ വൃദ്ധനായ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകത്തിൽ അഭിനയിച്ചെന്നൊക്കെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. സ്കൂളിൽ പണ്ട് തൊട്ടേ അത്തരത്തിലൊരു നാടക പാരമ്പര്യം ഉണ്ടല്ലേ, ഒരു കലാപാരമ്പര്യം. അതെ അതെ. നമ്മളിപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ മിക്കവാറും ഇപ്പോഴൊക്കെ ഈ അസംബ്ലിക്ക് പുറത്തുനിന്ന് ഒരാളെ വരുന്നതൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മോഹൻലാൽ, മുകേഷ്, മണിയമ്പിള്ള രാജു, ജഗദീഷ്, ഇതിങ്ങനെ ഓരോ ആഴ്ചയും സ്കൂൾ അസംബ്ലിക്ക് ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇവരുമായിട്ടൊക്കെ അന്ന് തന്നെ ഓക്കെ ഇവരൊക്കെ നമ്മുടെ അടുത്ത ആൾക്കാരാണ് എന്നൊരു ചിന്ത അതുണ്ടാവുമായിരുന്നു. ഓക്കെ. ഈ എംഫിൽ കോഴ്സിന് ഡോക്ടർ വയലാ വാസുദേവപിള്ളയുടെ കീഴിലുള്ള പഠനം അതെങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അതാണ് ഈ പറയുന്ന പോലെ ജീവിതത്തെക്കുറിച്ചുള്ള, നാടകത്തെക്കുറിച്ചൊന്നല്ല, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചൊരു 1.5 വർഷക്കാലമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കോഴ്സ് കഴിയുന്നതിന് തൊട്ട് മുമ്പാണ് സാറ് മരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ സാർ ഉണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല. അന്ന് സാറ് ഞങ്ങളെയൊക്കെ വെച്ചിട്ടൊരു ഷേക്സ്പീരിയൻ ഡ്രാമ ചെയ്തിട്ട് അത് ലണ്ടനിൽ പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഇതായി ഇരിക്കുന്ന സമയത്താണ് വയലാ സാറ് മരണപ്പെടുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ നാടകം എന്താണ്, അഭിനയം എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാനും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചൊരു ഏരിയ ആയിരുന്നു അത്. ക്ലാസ് മുറിയിലെ പഠനം മാത്രമല്ല, ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തെ നാടക സംഘങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇറ്റ്ഫോക്ക് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എക്സ്പോഷർ കിട്ടുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ നാടകത്തിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നാനാതുറകളിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാൻ സഹായിച്ചതായിരുന്നു എംഫിൽ കോഴ്സ്. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പെർഫോമിംഗ് ആർട്സ് കോഴ്സ് തുടങ്ങുന്നത്. അതെ, ആദ്യം അവിടെ ഒരു ഈവനിങ് ബാച്ചായിട്ട് തുടങ്ങുകയും വയലാ സാർ തന്നെയാണ് അങ്ങനെ ഒരു ഈവനിങ് ബാച്ചായിട്ട് തുടങ്ങുകയും അതിനുശേഷം ആ ഈവനിങ് ബാച്ചിനെ കൺവേർട്ട് ചെയ്തിട്ട് എംഫിൽ ബാച്ച് ആക്കുമായിരുന്നു. അത് എൻ്റെ 3ാമത്തെ ബാച്ചായിരുന്നു ഞാൻ പഠിച്ചത്. എനിക്ക് മുമ്പ് 2 ബാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് 2017-18 കൂടി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമില്ല. കാരണം എംഫിൽ എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോൾ UGC നിർത്തലാക്കിയ ഭാഗമായിട്ട് ഇപ്പോൾ കോഴ്സില്ല. അത് സെൻറ്ററുണ്ട്, അവിടെ സെൻറ്ററിൽ സ്പേസ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥയിലാണ്. MA തിയേറ്റർ കോഴ്സ് തുടങ്ങാനുള്ള എന്തെങ്കിലും പരിപാടികളുണ്ടോ? എൻ്റെ അറിവിൽ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. അപ്പോൾ ഈ എംഫിൽ പെർഫോമിംഗ് ആർട്സ് പഠിച്ച ശേഷം എന്തൊക്കെയായിരുന്നു താങ്കളുടെ പ്രവർത്തനങ്ങൾ? എംഫിൽ പെർഫോമിംഗ് ആർട്സ് പഠിച്ചതിന് ശേഷം ഇപ്പം ഇത് പറയും പോലെ അന്നും ലക്ഷ്യം സിനിമയാണല്ലോ. സിനിമ അൾട്ടിമേറ്റ് നമ്മുടെ ഇവിടുത്തെ ഒരു കലാ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ സെറ്റപ്പ് വെച്ചിട്ട് സിനിമയാണല്ലോ. നാടകത്തിൽ നിന്ന് ജീവിക്കാൻ ഒരു വരുമാനം കിട്ടുമെങ്കിൽ നമ്മൾ ഒരിക്കലും സിനിമയ്ക്ക് പോകില്ല, അത് വേറൊരു കാര്യം. പക്ഷെ അന്നും ഈ പറയും പോലെ സിനിമയാണ് ലക്ഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ നാടകം ചെയ്യുമ്പോഴും ഏതെങ്കിലുമൊക്കെ സംവിധായകൻ വന്ന് നമ്മളെ കാണും, ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഓരോ നാടകങ്ങളും ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ പിന്നെ അതല്ല അതിൻ്റെ രീതി. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ സത്യസന്ധമായി സമീപിക്കുക എന്നുള്ളൊരു തിരിച്ചറിവിലേക്കൊക്കെ എത്തുകയും അങ്ങനെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു 100ഓളം നാടകങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞൊരു 10-15 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കനലെന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. കനല് പെർഫോമിംഗ് ആർട്സ് കഴിഞ്ഞവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന. അതെ അതെ, ഞങ്ങളുടെ ഒരു അലുമിനി അസോസിയേഷൻ. ഇപ്പോൾ അതിനകത്ത് മറ്റു മെമ്പേഴ്സും ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് നമ്മുടേതായ ഒരു നാടകം എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങുന്നത്. ഞങ്ങളൊരു സംഘം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ കലാവേദി, നാട്യഗൃഹം, കല, സോപാനം, അഭിനയ തുടങ്ങി മിക്കവാറും കുറേ സംഘടനകളിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട അമച്വർ നാടക സംഘത്തിലെല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതെ അതെ, മിക്കവാറും എല്ലാത്തിലും ഒരു 1-2 എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും അഭിനയിക്കാനും ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് പല സംവിധായകർ, പല കാഴ്ചപ്പാടുകൾ, അവരെങ്ങനെയാണ് നാടകത്തിനെ സമീപിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നാടകവേദിക്ക് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം നാടകവേദിക്ക് ഒരു ചീത്തപ്പേരുണ്ട്. ഇവിടെ ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നാടകങ്ങളാണ്, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യപ്പെടുന്ന നാടകങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിൽ. തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോടത്തെ നാടകങ്ങൾ അത്തരത്തിലല്ല എന്നൊക്കെയുള്ള നമ്മൾ പിന്നീട് തിരിച്ചറിയുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ഓരോ സംവിധായകരും സ്പെഷ്യലാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഏരിയ അവരുടെ സ്പെഷ്യലൈസേഷൻ. ഇപ്പോൾ രാജാ സാറിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മൂവ്മെൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം രാജൻ സാറിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കലാവേദിയിലെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഡയലോഗിൻ്റെ ഉച്ചാരണം ഒരു മിക്കവാറും ചെയ്യുന്നത് CVയുടെ പഴയ മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ അത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അത് കൃത്യമായിട്ട് അതിൻ്റെ ഉച്ചാരണം കറക്റ്റ് ആയിരിക്കണം, അതിൻ്റെ സ്ലാങ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതിൽ ശ്രദ്ധിക്കുമായിരുന്നു. മറ്റെന്ത് ഇല്ലെങ്കിലും ഇത് പക്കായിരിക്കണം. അപ്പം നമ്മൾ പലയിടത്തുനിന്നും പോയിട്ട് എന്താണോ അവിടെ നല്ലത് കിട്ടുക അത് എടുത്തെടുത്ത് അവസാനം 2015 കഴിയപ്പോൾ ഞങ്ങൾ കനലിൻ്റെ നേതൃത്വത്തിൽ തന്നെ 2014 ഹസീം അമരോളം എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അപ്പോൾ ഹസീമും താങ്കളവിടെ പഠിച്ചതാണ്? അതെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, ഞങ്ങൾ ഒരുമിച്ച് എംഫിൽ ചെയ്തവരാണ്.
അപ്പോൾ ഹസീമിൻ്റെ സംവിധാനത്തിൽ ഖൈമേറ എന്ന് പറഞ്ഞൊരു നാടകം ചെയ്യുന്നു. അപ്പോൾ ഈ നാടകം നമ്മൾ ഹസൻ മരിക്കാൻ ഹാളിൽ ഈ നാടകം ഹസൻ മരിക്കാൻ ഹാളിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം PRD നാഷണൽ ഫെസ്റ്റിവലിലൊക്കെ അത് ആരുടെ രചനയാണ്? അത് ഹസീമിൻ്റെ തന്നെ രചനയാണ്. സാർത്രൻ്റെ ഒരു ചെറുകഥയെ ആസ്പദമാക്കി അതെ ആരോമലാണ് അത് എഴുതുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നാടകം കാണാൻ വന്ന സനൽകുമാർ ശശിധരനാണ് എന്നെ ഈ പറയുന്ന ഒഴിവു ദിവസത്തെ കളി എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ സംഭവിച്ചു. നമ്മൾ അതിനെക്കുറിച്ച് ബോധയുടെ അല്ലാത്തൊരു സമയത്ത് അത് സംഭവിച്ചു. പക്ഷെ ഒഴിവു ദിവസത്തെ കളിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പുള്ളി വീണ്ടും സെക്സി ദുർഗയിലേക്ക് എന്നെ വിളിക്കുന്നു. സെക്സി ദുർഗയിൽ നായകനായിട്ട് കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് വീണ്ടും ഒരു സിനിമയിൽ അതിനുശേഷം കുറേ സിനിമകൾ നിരന്തരം സംഭവിച്ചു. ഈ കനൽ നാടകവേദിയുടെ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ? കനൽ കുറേ കാലമായിട്ട് ഈ പറയുന്ന പോലെ 2010 ഞാൻ ജോയിൻ ചെയ്ത് 2010 അതിന് മുമ്പ് 2008 കനൽ തുടങ്ങുന്നത്. അപ്പം അന്ന് തൊട്ട് തന്നെ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ നിരന്തരം നാടകങ്ങൾ ചെയ്തു തുടങ്ങിയത് ഈ പറയുന്ന 2014 ശേഷമാണ്. ഖൈമേറെ, സ്വർണ്ണസിംഹാസനം, കിമർത്ഥം ദ്രൗപദി, അതായത് സംസ്കൃത നാടകം പുതിയതായിട്ട് എഴുതിയുണ്ടാക്കി. പഴയ സംസ്കൃത നാടകങ്ങൾ പലരും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുതുതായിട്ട് എഴുതിയുണ്ടാക്കിയ ഒരു സംസ്കൃത നാടകം നമ്മൾ ചെയ്തു. അതിനുശേഷം വീണ്ടും ഭഗവാന്റെ മരണം, സോവിയറ്റ് സ്റ്റേഷൻ കടവ്, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മാക്ബത്ത് ദ ലാസ്റ്റ് ഷോ വരെ 13 നാടകങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഒരു കനൽ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടക. ഈ ഭഗവാൻ കാലം മാറുന്നു, അതുപോലെ ഭഗവാന്റെ മരണം, അതുപോലെ സോവിയറ്റ് സ്റ്റേഷൻ കടവാണല്ലോ ഏറ്റവും വിഖ്യാതമായ താങ്കളുടെ നാടകം. അപ്പോൾ ഈ 2 നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ സോവിയറ്റ് സ്റ്റേഷൻ കടവിൽ താങ്കളുടെ ഹിറ്റ്ലറായിട്ടുള്ള അഭിനയം വളരെ നന്നായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അല്ല, ഈ മുഖത്തൊരു ഹിറ്റ്ലർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് ഹസീമാണ്. അത് ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തായ മുരളീകൃഷ്ണൻ്റെ ഒരു ചെറുകഥയാണ് ഈ സോവിയറ്റ് സ്റ്റേഷൻ കടവ്. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഒരു പകുതി വരെയാണ് ആ കഥയിലുള്ളത്. അതിനുശേഷം ഉള്ളത് പിന്നെ നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് കൂട്ടിച്ചേർത്തതാണ്. അപ്പം അതിൽ എന്താ പറയുക, ഹിറ്റ്ലർ ആവുക അല്ലെങ്കിൽ നമ്മുടെ ടീമിലൊരു നാടകം ചെയ്യുക, നമ്മൾ ടീമിൽ നാടകം ചെയ്യുമ്പോൾ ഏത് ക്യാരക്ടറായാലും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എനിക്കൊരു ഹിറ്റ്ലർ സാമ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഓക്കെ, അതെങ്കിലും അത് ചെയ്തു. അത് മലയാളത്തിലെ ആദ്യ ടൈം ട്രാവൽ നാടകമാണ്. ജർമ്മൻ ജനത, ജർമ്മൻ രക്തം, ഇതെല്ലാം തിളങ്ങി നിൽക്കുന്നതായിരിക്കണം നിങ്ങളുടെ ഓരോ വാക്കും ചേഷ്ടയും നിശ്വാസവും. ടൈം ട്രാവലർ നാടകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ടൈം ട്രാവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളിവിടെ ഇപ്പം ഭയങ്കര ഫെമിലിയർ ആണ് എല്ലാവർക്കും. പലതരത്തിലുള്ള ടൈം ട്രാവൽ തിയറികൾ, അത് വെബ് സീരീസ് ഒക്കെ ഒരുപാട് കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് അറിയാം. പക്ഷേ മുൻ തലമുറയ്ക്ക് ഈ പറയുന്ന പോലെ സമയയാത്ര എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഒരു കാലത്തിൽ നിന്ന് മറ്റൊരു കാലത്തിലേക്ക് പോകാൻ പറ്റുമോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, അവിടെ നിന്ന് ഈ പോകുന്നവർക്ക് പരസ്പരം കണ്ടുമുട്ടാൻ പറ്റുമോ? അത് ഈ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് പണ്ട് തൊട്ടേ ഉള്ള ഫ്ലാഷ് ബാക്ക് അല്ല. ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് അവിടെ ആ സമയത്ത് പണ്ട് ചേട്ടന്റെ മഹേഷിന്റെ ചെറുപ്പകാലത്തെ സീൻ കാണിക്കുന്നതും ഈ ഇരിക്കുന്ന ചേട്ടന്റെ ചെറുപ്പകാലത്തേക്ക് പോകുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. അതാണ് ടൈം ട്രാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫാന്റസിക്കൽ തിയറി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഭാവിയിൽ ചിലപ്പം യാഥാർത്ഥ്യമായിരിക്കാം. അപ്പം അതിനുമായി ബന്ധപ്പെട്ട് കഥകളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കോൺസെപ്റ്റ് എങ്ങനെ സ്റ്റേജിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് വലിയൊരു ടെൻഷനുള്ള, നമുക്കൊരു ടെൻഷനുള്ള കാര്യമായിരുന്നു. കാരണം ഇതുപോലെ ഇത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കോമൺ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പം ഈ പറയുന്ന കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് അല്ലെങ്കിൽ ഫോറിൻ സിനിമകളായിട്ടുള്ള എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അത് മനസ്സിലാക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു 60 എബോ ആയിട്ടുള്ളവരാണ് ഇവിടുത്തെ സാധാരണ നാടക പ്രേക്ഷകർ എന്ന് പറയുന്നത്. അവർക്കിത് കണക്റ്റ് ആവുമെന്നുള്ള വലിയ ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവരെയും കൂടി ഉൾപ്പെടുത്തി വളരെ കോമിക്കലായിട്ട് നമ്മളിത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അതിനകത്ത് പറയുന്നത്. ഇപ്പം ഏകാധിപത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെയും തകർക്കുന്ന ഒരു സാധനമാണെന്നുള്ളതാണ് പറയുന്നതെങ്കിൽ പോലും അതിനെ വളരെ കോമിക്കലായിട്ട് അതിനകത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സോവിയറ്റ് സ്റ്റേഷൻ കടവിൻ്റെ വലിയ വിജയം. അടുത്ത മീറ്റിംഗിൽ ഞാൻ എന്റെ 25 പോയിന്റ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. 25 പോയിന്റ് പ്രോഗ്രാം അതൊന്നും എന്നെ ഏകാധിപതിയായ പാർട്ടി ചെയർമാൻ ആക്കുക എന്നതാണ് അതിലെ പ്രധാന പോയിന്റ്. എല്ലാം വിശദമായി അതിലുണ്ട്. അതുപോലെ തന്നെ ഹിറ്റായ നാടകമാണെന്ന് തോന്നുന്നു ഭഗവാന്റെ മരണം, അല്ലേ? അതേക്കുറിച്ചൊന്ന് പറയാമോ? അതും ഈ പറയും പോലെ KR മീരയുടെ പ്രശസ്തമായ ഒരു ചെറുകഥയുണ്ട്, ഭഗവാന്റെ മരണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് വീണ്ടും ഭഗവാന്റെ മരണം എന്ന പേരിൽ നമ്മൾ നാടകം ചെയ്തത്. അത് കേരളത്തിലെ മിക്കവാറും എല്ലാ ഫെസ്റ്റിവലും കളിച്ചു, ഇറ്റ്ഫോക്ക് ഉൾപ്പെടെയുള്ള BRMൽ കളിച്ചു. BRMന് ഭാഗമായിട്ട് ഞങ്ങൾ ആസാമിൽ ഗുവാഹട്ടിയില്ല, ദിബ്രുഗഡിലായിരുന്നു നമ്മുടെ കളി. ഭഗവാന്റെ മരണം അന്ന് നാഷണൽ ഫെസ്റ്റിവലിൽ കളിച്ചു, NSD ഫെസ്റ്റിവലിൽ കളിച്ചു. അതും ഈ പറയും പോലെ ഒരു എന്താ പറയുക, ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു കഥയാണെന്ന് നമുക്ക് തോന്നി.
പക്ഷേ ആ കഥ നമ്മൾ നാടകമാക്കിയപ്പോൾ ഈ കഥയെ നാടകമാക്കുന്ന ഒരു നാടക സംഘത്തിൻ്റെ കഥയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഈ ക്ലൈമാക്സ് പോർഷനൊക്കെയാണ് ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. കാരണം മെറ്റാ തിയേറ്ററിൻ്റെ ഏറ്റവും മനോഹരമായൊരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഓഡിയൻസിനെയും കൂടെ അതിൻ്റെ ഭാഗമാക്കി നാടകം തീർന്നോ ഇല്ലയോ, നാടകം നടക്കുന്നത് എവിടെയാണ് എന്നൊക്കെ ഉള്ളൊരു അങ്കലാപ്പൊക്കെ പ്രേക്ഷകരിലുണ്ടെങ്കിൽ പ്രേക്ഷകരെയും കൂടെ ഭാഗമാക്കി ചെയ്തൊരു നാടകമായിരുന്നു അത്. ഹസീമിൻ്റെ എഴുത്തും എല്ലാം സംവിധാനവും ഒക്കെ അതിന് പ്രധാന പങ്കാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തത്, അമര എന്ന് പറയുന്ന ക്യാരക്ടർ. കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം. അതൊക്കെ പഠിക്കാം. ഇത് പറ, എന്നെ ഇഷ്ടമല്ലേ? അയ്യോ അല്ല, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഈ നാഷണൽ ഫെസ്റ്റിവൽ കളിക്കുമ്പോൾ ഈ നിങ്ങളുടെ മലയാളം നാടകം ഒരു ഭാഷ പ്രശ്നമാവില്ലേ? ഇല്ല, ഇപ്പം ഇൻ്റർനാഷണൽ നാടകങ്ങൾ നമ്മളിവിടെ വരുന്നത് പോലെ തന്നെ നമ്മൾ അവിടെയും പോകുന്നത്, നമ്മൾ സബ് ടൈറ്റിലിംഗ് ഉണ്ടാവും. പക്ഷെ ഭാഷയ്ക്കൊക്കെ അതീതമായിട്ട് നാടകത്തിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അത് ഏത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഒന്നാണെന്നും എല്ലായിടത്തും അത് കണക്റ്റ് ആവും എന്നുള്ളതാണ്. ഇപ്പം ഇത് ദിബ്രുഗഡിൽ നമ്മൾ ഈ ഭഗവാന്റെ മരണം കളിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തെ സീനിൽ പോലീസ് ഈ റിഹേഴ്സൽ സ്പേസിലേക്ക് കയറിയിട്ട് നമ്മുടെ നാടകം നടക്കാൻ പോലീസ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്ലൈമാക്സ്. ഓഡിയൻസിനെയൊക്കെ പുറത്തിറക്കി വിടുകയാണ്. നിങ്ങൾ നാടകം കാണണ്ട എന്ന് പറഞ്ഞ് ഓഡിയൻസിനെ പുറത്തിറക്കി വിടുന്നിടത്താണ് നമ്മുടെ നാടകത്തിൻ്റെ ക്ലൈമാക്സ്. നമ്മൾ ഈ ദിബ്രുഗഡിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ അസം അതിർത്തി പ്രശ്നം നടക്കുന്ന സമയമാണ്. അപ്പം ഫുൾ പട്ടാള ബന്ദോബസ്തിലാണ് ഈ സ്റ്റേജ് തന്നെ. അപ്പം നമുക്ക് അവസാനം നമ്മളൊരു 10-15 പോലീസുകാരെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ പോലീസുകാർ AK-47 പിടിച്ച് അവിടെ ആക്ച്വൽ പട്ടാളക്കാർ അവിടെ നിന്നതിൻ്റെ ഇടയിൽ ഇത് കളിക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഈ ഭഗവാന്റെ പറഞ്ഞാൽ നമ്മളിവിടെ തൃശ്ശൂർ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. അപ്പോൾ ഈ സിനിമയിൽ ഈ നാടകത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകം വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. അങ്ങനെ പോലീസ് വന്ന് ഇതിനെ റദ്ദ് ചെയ്യുന്നതുമാണ് ഈ നാടകത്തിൻ്റെ കഥ. ഇതേ സാധനം നമ്മൾ അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ അന്ന് കളക്ടർ വരികയാണ്, നിങ്ങൾ ഈ നാടകത്തിൻ്റെ കഥ എന്താണ്, അതായത് അതിന് നമ്മൾ പരാതി അതിൻ്റെ തലേന്ന് പരാതി കൊടുത്തിട്ട് നമ്മൾ ഈ പറയുമ്പോൾ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനിൽ നമ്മൾ തൃശ്ശൂർ നാടകം കളിച്ചു. അങ്ങനെ വലിയ രസമുള്ള അനുഭവങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ കനൽ സാംസ്കാരിക നാടകവേദിയുടെ ഈ 2 നാടകങ്ങൾ ഒഴികെ മറ്റ് പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം ലാസ്റ്റ് വന്ന മാക്ബത്ത് ദ ലാസ്റ്റ് ഷോ, അത് ഇപ്പം മികച്ച രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടി. അത് ഹസീം തന്നെ എഴുതി സംവിധാനം ചെയ്തതാണ്. ആ നാടകം എന്താണ് വെളിവാക്കുന്നത്? അത് ഈ പറയുന്ന പോലെ നമ്മൾ അങ്ങനത്തെ പൊളിറ്റിക്സിൽ പോകാതെ ഹ്യൂമൻ ഇമോഷൻ്റെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ചാണ്, ബന്ധങ്ങളുടെ ഒരു ഇഴയടപ്പത്തിനെ കുറിച്ചുള്ളൊരു അതായിരുന്നു. പക്ഷേ അതും ഈ പറയുന്ന പോലെ കുറേ കാലമായിട്ട് ഒരേപോലെ ഒരുമിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന 20 വർഷമായിട്ട് ഒരേ നാടകം തന്നെ എല്ലാ ദിവസവും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ഒരു സുപ്രഭാതത്തിൽ അവർ ഈ നാടകം നിർത്താൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം അവർക്കുണ്ടാകുന്ന ചില അസ്തിത്വ പ്രശ്നങ്ങളൊക്കെയാണ് ആ നാടകം ചർച്ച ചെയ്തത്. പക്ഷെ അത് വളരെ രസകരമായ അതിനകത്തുള്ള നടീനടന്മാർ തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം അല്ലെങ്കിൽ അങ്ങനെ പ്രണയം, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വളരെ രസകരമായി ചെയ്തു പോകുന്നതായിരുന്നു മാക്ബത്ത് ദ ലാസ്റ്റ് ഷോ. ഓക്കെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. അരങ്ങിൽ മാക്ബത്തും ലേഡി മാക്ബത്തും. ലേഡി മാക്ബത്ത്, എന്റെ പ്രണയം, നിന്റെ കണ്ണുകളിലെ പ്രണയ വെളിച്ചം എനിക്കെന്നും സ്പോട്ട്ലൈറ്റുകളായി. നിന്റെ ഉടയാടകൾ തിരശ്ശീലയിൽ, നിന്റെ നെഞ്ചിന്റെ ഉയർച്ച താഴ്ചകളിലായിരുന്നു എന്റെ സംഗീതമന്ത്രം. നീ നിത്യവും കരയുകയും ചിരിക്കുകയും പരിഭവിക്കുകയും ചെയ്തപ്പോൾ രംഗങ്ങൾ എത്ര കൊഴിഞ്ഞു. പ്രിയപ്പെട്ടവളെ, നീയാണ് എന്റെ അരങ്ങ്. പുതിയ സിനിമാ പ്രോജക്റ്റുകളൊക്കെ എന്തൊക്കെയാണ്? പുതിയ സിനിമ ഇപ്പം ലാസ്റ്റ് റിലീസായ 2 എന്ന് പറയുന്നത് മുറയും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വളരെ ചർച്ചയായ. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ആരാണ് സംവിധാനം? വിനീഷ് വിശ്വനാഥ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ വന്നതാണോ? പിന്നെ തിയേറ്ററിൽ വന്നു. അത് OTT ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ട്. കോമഡി സബ്ജക്റ്റ് ആണ്, കോമഡിയാണ്, കുട്ടികളുടെ ഇതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ക്ലാസ് റൂമിലെ ഇരിപ്പിട പരിഷ്കരണത്തെക്കുറിച്ച് ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച ചെയ്ത തമിഴ്നാട് ഉൾപ്പെടെ 5ഓളം സംസ്ഥാനങ്ങളിൽ ആ മാതൃക അവർ നടപ്പിലാക്കി.
ഓർഡറൊക്കെ ഇറക്കി. അതാണോ ഈ ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ പറഞ്ഞത് നമ്മളെ shape. അത് ഈ സിനിമയിൽ സീറ്റ് ക്രമീകരിക്കുന്നത്, ഈ ബാക്ക് ബെഞ്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നു പറഞ്ഞു, അതിന്റെ ഒരു തീം കിട്ടിയത് ഈ സിനിമ. അത് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. ഈ സിനിമയുടെ ഭാഗമായി ഉണ്ടായ ചർച്ചയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ചർച്ച, ഓൾ ഇന്ത്യ ലെവൽ ചർച്ച നടക്കുന്ന പഞ്ചാബിൽ, മിസോറാമിൽ, മണിപ്പൂരിലൊക്കെ ഈ തരത്തിൽ ഭയങ്കര അലയൊലികൾ സൃഷ്ടിച്ച സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അപ്പോൾ അതിനകത്തൊരു അധ്യാപകൻ്റെ വേഷം ചെയ്തിരുന്നു. ഇത് സ്ഥാനാർത്ഥി ശ്രീകുട്ടനും മുറയുമാണ് ഈ അടുത്ത് റിലീസായ 2 സിനിമകൾ. ഇനി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 സിനിമകളുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് സിനിമയല്ലേ, പ്രോജക്റ്റ് നമ്മൾ നമുക്ക് സിനിമ അത് ഇപ്പം ഞാൻ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും സിനിമ മോഹൻലാൽ പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കുന്നതാണ് അല്ലേ, നമുക്ക് നേരത്തെ കൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല, സംഭവിപ്പിക്കാനും പറ്റും, അത് വേറെ കാര്യം. പക്ഷേ എനിക്കത്ര 100% എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഷൂട്ട് നടക്കുന്ന സിനിമ ഈ പറയുന്ന പോലെ ടിനു പാപ്പച്ചൻ്റെ, അതിനകത്ത് സജിൻ ഗോപു ആവേശത്തിലെ അമ്പാനാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അതിനകത്തൊരു തുളസി എന്ന് പറഞ്ഞൊരു നല്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതാണ്. ഈ നാടക പ്രവർത്തനവും സിനിമ അഭിനയവും അല്ലാതെ താങ്കൾ വേറെ എന്താണ് ചെയ്യുന്നത്? വേറെ എന്താണ് ചെയ്യുന്നത്? നാടക പ്രവർത്തനം തന്നെയാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാനൊരു കോളേജ് അധ്യാപകൻ കൂടിയാണ്, അത് ജീവിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഏത് കോളേജിലാണ്? കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള B.Ed കോളേജ് ഉണ്ട്. 2 കോളേജിൻ്റെ ചാർജാണ് എനിക്കുള്ളത്. KUCT അടൂരും KUCT കുന്നം മാവേലിക്കര. അവിടെ നാടകം പഠിപ്പിക്കലാണോ അതോ പെർഫോമിംഗ് ആർട്സ് അധ്യാപകൻ? പെർഫോമിംഗ് ആർട്സ്. അപ്പോൾ B.Ed വിദ്യാർത്ഥികളെ പെർഫോമിംഗ് ആർട്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. നാടക സിനിമാ നടൻ മാത്രമല്ല, ബേസിക്കലി അധ്യാപനം എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആണല്ലോ. അപ്പോൾ അവരെ ഒന്ന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യാനോ അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ ഒക്കെ പറ്റുമെങ്കിൽ അതിനുവേണ്ടിയാണ് കലാപഠനം B.Edന്റെ പാഠ്യപദ്ധതിയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപനം കൂടിയാണ്. ഓക്കെ, ഇത്രയും നേരം പഞ്ച് മീഡിയ കേരളയ്ക്ക് വേണ്ടിയിട്ട് താങ്കളുടെ അനുഭവങ്ങൾ പങ്കിട്ടതിന് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ.